നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് സെക്രട്ടേറിയറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. മലയാളത്തിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ ഇതാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പം ഇതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഈ പാമ്പിൻ്റെ ഈ പര്യായപദം കിട്ടിയില്ല. അതുപോലെ പിന്നെ എനിക്ക് കുറേ എണ്ണം ഇതുണ്ട്, മൈനസ് വന്നിട്ടുണ്ട്. സർവം ആത്മാവായി കരുതുന്നവൻ, ഇത് ആത്മയാജിയായിരുന്നു, ഞാൻ ആത്മഗ്രാഹിയാണ് ഇത്. അങ്ങനെ എനിക്ക് കുറച്ച് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. പിന്നെ ഈ 2 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് നമ്മൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇംഗ്ലീഷിൻ്റെ പ്രാക്ടീസ് കുറവുകൊണ്ട് വൊക്കാബുലറി ഞാൻ ശരിക്കും നോക്കിയില്ലായിരുന്നു. അതിൻ്റെ കുറവുകൊണ്ട് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഇത് എനിക്ക് തെറ്റിപ്പോയി. പ്രത്യേകിച്ച് എനിക്ക് സമയം നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. മാത്സ് എൻ്റെ ഏറ്റവും സ്ട്രോങ് മാത്സ് ആണ് എന്ന് കരുതിയിരുന്ന ആളാണ് ഞാൻ. പക്ഷേ തകിടം മറിഞ്ഞു പോയി. കാരണം എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ കലണ്ടർ. പക്ഷേ ഞാൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ അങ്ങ് നിന്നുപോയി. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യനിലും പിന്നെ വേറൊരു 2 ക്വസ്റ്റ്യനിലും എൻ്റെ സമയം പോയി. അങ്ങനെ എനിക്ക് ടൈം മാനേജ്മെൻറ്റ് എനിക്ക് തീരെ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മാത്സിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ച പോലെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇംഗ്ലീഷ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി. പിന്നെ GK എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടേ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. നമ്മളെല്ലാം കേട്ടുള്ളായിരുന്നു. എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ ഈ അമെൻമെൻറ്റ് എല്ലാം പഠിച്ചിട്ടുണ്ട്. റിവിഷൻ്റെ അപര്യാപ്തതയാണ്. ഞാൻ ഈ അമെൻമെൻറ്റ് എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇതാണോ എന്നൊരു ഡൗട്ട് വരുവാണ്. അത് നല്ലതായിട്ട് റിവിഷൻ്റെ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലായി. പിന്നെ ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നീതി ആയോഗിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ എക്കണോമിക്സിൽ നിന്ന് കുറച്ച് ചിന്തിക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല വന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അമെൻമെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ജോഗ്രഫിയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നമുക്ക് ജസ്റ്റ് ഗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രോപ്പിക് ആൻഡ് തോൺ ഫോറസ്റ്റ്, ഞാൻ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ നിന്ന് പഠിച്ചില്ലായിരുന്നു. പക്ഷേ തോൺ കണ്ടപ്പോഴത്തേക്കും, മുൾക്കാടുകൾ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും ഇതൊന്നും വെസ്റ്റേൺ കാർഡ്സ് ഈസ്റ്റേൺ കാർഡ്സ് ഒന്നും ആയിരിക്കത്തില്ല. അപ്പം സെമി ഏരിഡ്, അതായത് രാജസ്ഥാൻ കണ്ടപ്പോഴാണ് ഇത് കുത്തിയത്. പക്ഷേ അത് ശരിയായി. പിന്നെ പിന്നെ ആക്ട് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ട് ഞാൻ പഠിച്ചതാണ്. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് വിച്ച് ആക്ട് ഡിഡ് ദ ബ്രിട്ടീഷ് ക്രൗൺ ടേക്ക് ഓവർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫ്രം ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരിലേക്ക് ഫുൾ പവർ മാറ്റി ആക്ട് ചെയ്തായിരുന്നു എന്നാണ് ചോദ്യം. എനിക്ക് കൺഫ്യൂഷനായി പോയി. ആക്ട് എല്ലാം കൂടെ എനിക്ക് മനസ്സിലായൊരു കാര്യം, അതായത് ASMന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ASMന് വേണ്ടി മാക്സിമം റിവിഷനാണ്. പഠിച്ച ടോപ്പിക്സ് തന്നെ മാക്സിമം റിവിഷൻ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കത്തുള്ളൂ. കാരണം എനിക്ക് പഠിച്ച ടോപ്പിക്സ് തന്നെ തെറ്റിപ്പോവാം. അത് ഞാൻ പഠിച്ചു, പക്ഷേ ഞാൻ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കുറേ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, എൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 40 to 50 റേഞ്ചിലാണ് എൻ്റെ മാർക്ക് വന്നിരിക്കുന്നത്. അപ്പം എനിക്കറിയില്ല. കാരണം സെക്കൻഡ് ഫേസ് എളുപ്പമെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്, സെക്കൻഡ് ഫേസ് പാടാന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഫേസ് പിന്നെ പാടായിരുന്നു എന്നാണ് പറയുന്നത്. 40 to 50 ആണ് എൻ്റെ മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത്. എനിക്ക് കയറില്ലയോ എന്നറിയില്ല. കാരണം അതൊരു ബോർഡർ ലൈൻ മാർക്കാണ്. എനിക്ക് 50 അബോവ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കയറാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എനിക്ക് അറിയാവുന്ന ഏരിയാസ് ഞാൻ തെറ്റിച്ചു. എനിക്ക് നന്നായിട്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ASMന് ഈ എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായിട്ട് സോൾവ് ചെയ്ത്, അതായത് എനിക്ക് തെറ്റിപ്പോയി, എനിക്ക് എവിടേക്കാണോ മിസ്റ്റേക്സ് പറ്റി അതെല്ലാം സോൾവ് ചെയ്തിട്ടാണ് ഞാൻ ASMന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1 മാസം ഉണ്ട്. ഇന്ന് ജൂൺ 9 അല്ലേ, 1 മാസം കൊണ്ടുണ്ട് പരീക്ഷയ്ക്ക്. അപ്പം എനിക്ക് തെറ്റിപ്പോയത്, നിങ്ങൾ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ട് ബിഗിനർ ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, പഠിച്ച ഏരിയാസ് മനസ്സിൽ ഉറപ്പിക്കണം, റിവിഷൻ ചെയ്ത് ഉറപ്പിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്യത്തില്ലായിരുന്നു. എനിക്ക് പേടിയായിരുന്നു, മാർക്ക് കുറയുന്ന കാണുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡെയിലി 10 ഇംഗ്ലീഷ്, 10 മാത്സ്, 10 മലയാളവും, പിന്നെ ബാക്കി ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ ചെയ്യും. സമയം സമയമില്ല, പക്ഷേ എവിടെയെങ്കിലും സമയം കണ്ടെത്തി ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസിലൂടെ എന്തായാലും ASMന് നന്നായിട്ട് ക്വസ്റ്റ്യൻസിലൂടെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ SCRT അങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് ചോദിച്ചിട്ടില്ലായിരുന്നു ഇത്തവണ. അറിയില്ല, CAയും അങ്ങനെ വലുതായിട്ട് ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ASMന് വേണ്ടി പ്രിപ്പയർ ചെയ്യും, CAയും എല്ലാം പ്രിപ്പയർ ചെയ്യും. അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള റിവിഷനും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യലും, ഈ 2 കാര്യങ്ങളും കറക്റ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് ഒരു 50 അബോവ് ഉറപ്പായിട്ടും ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റിയത്. സോ അത് ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിയാണ് നമുക്ക് ASMന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം ഇതാണ് എൻ്റെ ഒരു ഡിഗ്രി പ്രിലിംസിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. എനിക്ക് 40 to 50 മാർക്സേ ഉള്ളൂ. ബോർഡർ ലൈനാണ്. പക്ഷേ ഞാൻ സെക്രട്ടറി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കാരണം അറിയില്ല, 40 അബോവ് ഉള്ളതുകൊണ്ട് കിട്ടും, കയറി പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്രട്ടറി ടെസ്റ്റിൻ്റെ മെയിൻസിൻ്റെ ഫസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ സിമിലർ തന്നെയാണ്, നമ്മുടെ LDC ഒക്കെ സിമിലർ ഇതാണ്. സെക്കൻഡ് പേപ്പർ കുറച്ച് വ്യത്യാസമാണ്, അതായത് കേരള മോഡൽ ഡെവലപ്മെൻറ്റ്, പിന്നെ ബിസിനസ് സ്റ്റഡീസ്, അങ്ങനെ കുറച്ച് ഏരിയാസ് ഒക്കെ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. അപ്പോൾ ഏതായാലും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫേസ് 2 ഡിഗ്രി പ്രിലിംസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ എക്സാം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ വീട്ടിൽ പോയി പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുഞ്ഞിനെ എൻ്റെ മദറിലോട് അടുത്താക്കിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ഏകദേശം ഒരു 12 ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. എനിക്ക് ബസ് കിട്ടി ഇന്ന് പഠിക്കാനുള്ള ഏരിയാസാണ്. ഞാൻ ആക്സ് ഒന്നും നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി ആക്സ് അങ്ങനെ ഇല്ലായിരുന്നല്ലോ, അപ്പോൾ ആക്സ് നോക്കിയിട്ടില്ല. അപ്പോൾ പോക്സോയാണ് ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ പോക്സോ ഞാൻ നോക്കി. അതിനുശേഷം ഞാൻ പിന്നെ നോക്കിയത് മാത്സ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ 10 GKയും 10 മലയാളവും 10 ഇംഗ്ലീഷും 10 മാത്സും ഞാൻ ഡെയിലി ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബിഗ് ബുക്ക് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള ഒരു ബുക്കാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള ഒരു ബുക്കാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം ഇതിനകത്തുനിന്ന് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെയും 10 GKയും 10 മാത്സും 10 ഇംഗ്ലീഷും 10 മലയാളമായിട്ടും ചെയ്യുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ ഇത് ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നേ ഇല്ലായിരുന്നു. അപ്പം ഇത്തവണ എന്തായാലും കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കുവാണ്. ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞൊരു പോർഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഞാൻ എടുത്തിരിക്കുന്ന PKയുടെ ഓൺലൈൻ ക്വസ്റ്റ്യൻസും എല്ലാം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ഇത് അപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ആ സമയത്ത് കിട്ടുന്നില്ല, ആ ഇക്വേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ നന്നായിട്ട് മാത്സ് ചെയ്യുന്ന ഒരാളായിരുന്നു, പക്ഷേ ഭയങ്കരമായിട്ട് വീക്കായിപ്പോയി. 10 എനിക്ക് 6, 5 റേഞ്ചിലൊക്കെ മാത്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. 10 10 ചെയ്യാൻ പറ്റുന്ന അത്രയും എനിക്ക് മാത്സ് അറിയാവുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് അത് ചെയ്യാൻ പറ്റുന്നില്ല, സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ ഇഷ്യൂസാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണെങ്കിലും ഡയറക്ഷനൊക്കെ ഭയങ്കര സിമ്പിളാണ്, അതിലൊക്കെ കുറേ സമയം പോകുന്നു. അപ്പം അതൊക്കെ ചെയ്ത് നന്നായിട്ട് പഠിക്കണം. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ തെറ്റുന്നത് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോവാണ്. പിന്നെ എനിക്ക് ഈ ഒരു AP അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോവാണ്. ഫ്രാക്ഷൻസിൽ നിന്ന് വരെ ഒരു ഫ്രാക്ഷൻസൊക്കെ ഞാൻ ശരിയാക്കിക്കൊണ്ടിരുന്നായിരുന്നു. ഫ്രാക്ഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകുന്നു. അപ്പം എന്തായാലും എൻ്റെ മാത്സ് ഒന്നുകൂടെ സ്ട്രോങ്ങർ ആക്കണം. ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യണം. തെറ്റിപ്പോകുന്ന ഏരിയാസ് എല്ലാം പഠിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബേസിട്ടാണ് ഇങ്ങനൊരു 10 ക്വസ്റ്റ്യൻസ് വെച്ച് ഡെയിലി ചെയ്യാമെന്ന് വിചാരിച്ച് ഇരിക്കുന്നത്. അപ്പം അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ മാർക്ക് നോക്കിയപ്പോഴത്തേക്കാണ് നമുക്കുണ്ടാവും, എനിക്ക് മാത്സിന് 10 5 ഉള്ളൂ. എനിക്ക് ഇംഗ്ലീഷിന് 10 8 ഉണ്ട്. പിന്നെ മലയാളത്തിന് 10 8 ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷും മലയാളം അത്യാവശ്യം എളുപ്പം ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മാത്സിനകത്ത് ഇച്ചിരി പാടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിപ്പം ലേറ്റ് നൈറ്റാണ്, ഒരു 11:30 കാണും. 11:30 തൊട്ട് ഒരു 2 മണി വരെയാണ് പഠിക്കാനിരുന്നത്. അപ്പോൾ ഞാൻ ആക്സാണ് ഈ ആഴ്ച നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പോക്സോയിൽ നിന്നാണ് തുടങ്ങിയത്. പോക്സോ നോക്കി. പോക്സോ LDCയുടെ സമയത്ത് ഓൾറെഡി ഞാൻ നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ലക്ഷ്യയുടെ ടെക്സ്റ്റ് ബുക്കാണ്. ഇതിനകത്ത് ഭയങ്കര നീളം എന്ന് പറഞ്ഞാൽ അവർ ആക്ട് അതേപടി തന്നെ എടുത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് പഠിക്കുന്നതിലും നല്ലത് എൻ്റെ കയ്യിൽ ഒരു ചെറിയ നോട്ടുണ്ടായിരുന്നു. പോക്സോ ഞാനത് നോക്കി പഠിച്ചു. ഇതിപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഫർമേഷൻ ആക്റ്റാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 നമ്മുടെ ഡിഗ്രി പ്രിലിംസിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഏത് വർഷമാണെന്ന്. അപ്പം എന്തായാലും ഉറപ്പായിട്ടും ആക്ട് പഠിച്ചിരിക്കണം. ASM പഠിക്കുന്ന ഒരാളാണെങ്കിൽ ആക്ട്സ് എല്ലാം പഠിച്ചിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ വരെ ഷുവറാണ് വരും എന്നുള്ള കാര്യം. അപ്പം ഏറ്റവും നന്നായിട്ട് പഠിക്കുക. അതായത് ആക്ടിനകത്ത് അവർ സെക്ഷൻ വരെ എടുത്ത് ചോദിക്കും, ഇന്ന സെക്ഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ പോയിൻറ്റ്സ് നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു ടെലഗ്രാം ചാനലിൽ നിന്നുള്ള നോട്ട് എടുത്ത് പഠിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നമ്മൾ ആ ബെയർ ആക്ട് ഒന്നെങ്കിൽ ബെയർ ആക്ട് അല്ലെങ്കിൽ ഈ ലക്ഷ്യയുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബെയർ ആക്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബെയർ ആക്ട് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ടെലഗ്രാമിനകത്ത് തന്നെ കിട്ടും. ഇനി ആർക്കെങ്കിലും ആക്ട് വേണമെങ്കിൽ എന്നോട് പറയുക, നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, നമ്മുടെ കമൻറ്റ് ചെയ്യുക, നമുക്കത് എങ്ങനെയെങ്കിലും സെറ്റാക്കാം. ഓക്കെ, അപ്പം ബെയർ ആക്റ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷനാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ഞാൻ ആക്ച്വലി LDCക്ക് വേണ്ടി പഠിച്ചില്ലായിരുന്നു, ഒമിറ്റ് ചെയ്തൊരു ടോപ്പിക്കാണ്. ഞാൻ ബാക്കി മിക്ക ആക്റ്റും പഠിച്ചായിരുന്നു. റൈറ്റ് ടു ഇൻഫർമേഷനും പിന്നെ ഞാൻ എൽഡേഴ്സിൻ്റെ ആക്ട് ഉണ്ടല്ലോ, എൽഡേഴ്സിൻ്റെ ആക്ട്, ആ ഒരു ആക്റ്റും ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ബാക്കി മിക്ക ആക്ട്സും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ഈ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഇൻഫർമേഷൻ ആക്ടിൻ്റെ നോട്ട്സ് ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തൊട്ടു ഈ ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഒന്ന് വായിച്ച് വിടാം. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ഒരു തവണ നമ്മൾ പഠിച്ചല്ലോ, അപ്പോൾ പിന്നെ ഒന്നുകൂടെ ജസ്റ്റ് ഒരു 1 പേജിൽ നോട്ടുണ്ടാക്കി അതിൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ ഫോണിലിടും, ഇടയ്ക്കിടയ്ക്ക് നോക്കാനായിട്ടാണ്. അപ്പം ഇത്തവണ എന്തായാലും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളൂ, റിവിഷന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് റിവിഷന് കൊടുക്കുവാണ്. നമ്മുടെ മാർക്ക് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത്, ഡിഗ്രി പ്രിലിംസ് നിങ്ങൾക്ക് 40 മേളിൽ അല്ലെങ്കിൽ 35 മേളിലൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുക. അല്ലാതെ പ്രിലിംസിൻ്റെ റിസൾട്ട് വരാൻ കാത്തിരിക്കേണ്ട. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.